ബഷ്ലോം ലെഹെർഗോ ദർബ്ഇൻ വത്തുമുനിയോ ദിലേശോനോ സുറിയോയോ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 48ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മുൻ ക്ലാസ്സുകളുടെ തുടർച്ചയായി ബൈബിളിലെ പുസ്തകങ്ങളുടെ പേരുകൾ പഠിക്കാം. തൂബിത്ത്, തോബിത്ത്, ഇതാണ് തൂബിത്ത്. വെസ്റ്റ് സിറിയക് ഉച്ചാരണം അല്പം വ്യത്യാസമുണ്ട്. തൂബിത്ത്. യൂദിത്ത്, ഇവിടെ ഹേ എന്ന അക്ഷരം നിശബ്ദമാണ്. ഹേയുടെ അടിയിലെ വര അതാണ് സൂചിപ്പിക്കുന്നത്. യൂദിത്ത്. എസ്തീർ, എസ്തീർ. കദുമോയോ ദുമാക്കാബോയെ. ആദ്യം ക്തോബോ എന്നുണ്ട്, അത് പുസ്തകം എന്നാണ്. ക്തോബോ കദുമോയോ ദുമാക്കാബോയെ, മക്കബായക്കാരുടെ ഒന്നാമത്തെ പുസ്തകം. ഫസ്റ്റ് മക്കബീസ്. മക്കബായക്കാരുടെ രണ്ടാമത്തെ പുസ്തകം സെക്കൻഡ് മക്കബീസ്. ക്തോബോ ത്രായോനോ ദുമാക്കാബോയെ. ക്തോബോ ത്രായോനോ ദുമാക്കാബോയെ. ജോബ്. ഇയ്യൂബ്, ഇയ്യൂബ്, ഇയ്യോബ് അല്ലെങ്കിൽ എന്നൊക്കെ ജോബ് എന്നൊക്കെ പറയുന്നതാണ് ഇയ്യൂബ്. സങ്കീർത്തനങ്ങൾ, സാംസ്. സുമാർ എന്ന് വെച്ചാൽ പാട്ടുപാടുക എന്നാണ്. അതിൽ നിന്നാണ് മസ്മൂറോ എന്ന നാമം വന്നിരിക്കുന്നത്. മസ്മൂറേ, സങ്കീർത്തനങ്ങൾ. സുഭാഷിതങ്ങൾ, പ്രോവർബ്സ്. ഇത് മുഴുവൻ പേര് സോളമൻ്റെ, ശലോമോൻ്റെ സുഭാഷിതങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് സുറിയാനിയിൽ കൊടുത്തിരിക്കുന്നത്. മത്ലേ ദശ്ലേമൂൻ, മത്ലേ ദശ്ലേമൂൻ. സഭാപ്രസംഗകൻ, എക്ലേസിയാസ്റ്റസ്. കുഹ്ലാത്ത്, കൊഹലത്ത് എന്ന ഹീബ്രു പദം സുറിയാനിയിൽ എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കുഹ്ലാത്ത്. ഉത്തമഗീതം, സോങ് ഓഫ് സോങ്സ്. തെഷ്ബഹാസ്, തെഷ്ബുഹോസോ. തെഷ്ബഹാസ് എന്നുള്ളത് തെഷ്ബുഹത്തോ എന്നുള്ളതിൻ്റെ കൺസ്ട്രക്ട് സ്റ്റേറ്റ് ഫെമിനിൻ സിംഗുലറാണ്. ഉടമസ്ഥാർത്ഥ രൂപമാണ്, അതിൻ്റെ ഫെമിനിൻ സിംഗുലറാണ്. തെഷ്ബുഹോസോ, തെഷ്ബഹാസ്, തെഷ്ബുഹോസോ, സോങ് ഓഫ് സോങ്സ്. ഇനി ജ്ഞാനം, വിസ്ഡം. ഹേക്കംതോ റബ്തോ. റബ്തോ എന്ന് വെച്ചാൽ ഗ്രേറ്റ്. ലിറ്ററലായിട്ട് അർത്ഥം ഗ്രേറ്റ് വിസ്ഡം, മഹാജ്ഞാനം എന്നാണ് ലിറ്ററലായിട്ടുള്ള അർത്ഥം. ഇനിയും പ്രഭാഷകൻ, സീറാക്ക് അല്ലെങ്കിൽ എക്ലേസിയാസ്റ്റിക്കൂസ് എന്നറിയപ്പെടുന്ന പുസ്തകം. ഹേക്കംതോ ബർ ആസീറോ, ബർസീറാക്കിൻ്റെ പുസ്തകം. ബർസീറാക്കിൻ്റെ ജ്ഞാനം എന്ന് ലിറ്ററലായിട്ട് ഇത്. ഹേക്കംതോ ദ് ബർ ആസീറെ. ഇനിയും നമുക്ക് ഗ്രാമറിലെ നമ്മൾ ഇതുവരെ ഒരു ക്രിയയുടെ പാസ്റ്റ് ടെൻസ് പഠിച്ചു, ഭൂതകാലം, പ്രസന്റ് ടെൻസ് പഠിച്ചു, വർത്തമാനകാലം, ഭാവികാലം ഫ്യൂച്ചർ ടെൻസ് പഠിച്ചു. ഇനി ഒരെണ്ണമാണ് ഇംപെരറ്റീവ് അഥവാ നിയോജകം. ഇംപെരറ്റീവ് എന്നാൽ ഒരു ആജ്ഞ, കമാൻഡ്, അല്ലെങ്കിൽ അപേക്ഷ, അല്ലെങ്കിൽ സജഷൻ, നിർദ്ദേശം. ഇതിനെയൊക്കെയാണ് ഇംപെരറ്റീവ് എന്ന് പറയുന്നത്, നിയോജകം എന്ന് പറയുന്നത്. ആജ്ഞ അല്ലെങ്കിൽ അപേക്ഷ അല്ലെങ്കിൽ നിർദ്ദേശം. നമുക്ക് 3 ദൃഢാക്ഷരക്രിയകളാണല്ലോ ഉള്ളത്. അതിലാദ്യത്തേത് രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആ വരുന്ന ദൃഢാക്ഷരക്രിയയാണ്. തരത്തിലുള്ള ഒന്നാണ് കിതാബ്. ഇംപെരറ്റീവ് ഓഫ് ദ സ്ട്രോങ് വെർബ് ഹൂസ് സെക്കൻഡ് റൂട്ട് ലെറ്റർ ഈസ് ആ, പുത്തോഹോ, കിതാബ്. ഇതിൻ്റെ ഇംപെരറ്റീവ്. കുത്തൂബ്, അതാണ് മാസ്കുലിൻ സിംഗുലർ. അത് മാസ്കുലിൻ പ്ലൂറൽ കുത്തൂബൂൻ. ഇംപെരറ്റീവ് എപ്പോഴും ഒരു വ്യക്തിയോടാണ് പറയുന്നത്, ആരോടാണോ പറയുന്നത്. അപ്പോൾ നീ സെക്കൻഡ് പേഴ്സണിലായിരിക്കും. കുത്തൂബ് എന്ന് വെച്ചാൽ
നീ എഴുതൂ, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ്, നീ എഴുതിയാലും, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം പോലെ എഴുതൂ, എഴുതണം, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. കുത്തൂബ്, കുത്തൂബൂൻ. ഒരു പുരുഷനോടാണ് പറയുന്നതെങ്കിൽ കുത്തൂബ്. കുറേ ഗ്രൂപ്പ് ഓഫ് മെൻ, കുറേ ആളുകളോട് ഒന്നിച്ചാണെങ്കിൽ കുത്തൂബൂൻ. ഇനി സ്ത്രീയോടാണ് പറയുന്നതെങ്കിൽ കുത്തൂബ്, അവസാനം യൂതുണ്ട്, ഇതിൻ്റെ ഫെമിനിൻ പ്ലൂറൽ കുത്തൂബേൻ. അപ്പോൾ കുത്തൂബ്, കുത്തൂബേൻ. ഈ ബഹുവചനത്തിനെല്ലാം ചുരുക്കരൂപം കൂടി ഉണ്ട്. കുത്തൂബൂൻ എന്നുള്ളതിൻ്റെ ചുരുക്കരൂപം കുത്തൂബ്, അവസാനം വാവ്. കുത്തൂബേൻ എന്നുള്ളതിൻ്റെ ചുരുക്കരൂപം അവസാനം യൂത്, കുത്തൂബ്. ഇനിയും ഒന്നിച്ച് കാണാം. കുത്തൂബ്, കുത്തൂബൂൻ, കുത്തൂബ്, കുത്തൂബേൻ. ഇനിയും രണ്ടാമത്തെ ദൃഢാക്ഷരക്രിയ എന്ന് പറയുന്നത്, രണ്ടാമത്തെ മോഡൽ, രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം എ വരുന്ന ക്രിയയാണ് ക്രേബ്. ഇമ്പരറ്റീവ് ഓഫ് ദ സ്ട്രോങ് വെർബ് ഹൂസ് വവൽ ഓഫ് ദ സെക്കൻഡ് റൂട്ട് ലെറ്റർ ഈസ് എ. ക്രേബ് എന്നുവെച്ചാൽ ഹി അപ്രോച്ച്ഡ്, അവൻ സമീപിച്ചു. ഇതിൻ്റെ മാസ്കുലിൻ സിംഗുലർ ക്രൂബ്, മാസ്കുലിൻ പ്ലൂറൽ ക്രൂബൂൻ. നീ സമീപിക്കൂ, നിങ്ങൾ സമീപിക്കൂ എന്നിങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. മാസ്കുലിൻ സിംഗുലർ ക്രൂബ്, മാസ്കുലിൻ പ്ലൂറൽ ക്രൂബൂൻ. ഫെമിനിൻ ക്രൂബ് വിത്ത് അവസാനം യൂത്, ക്രൂബേൻ. ക്രൂബ്, ക്രൂബേൻ. ഇതിൻ്റെയും ബഹുവചനത്തിന് ചുരുക്കരൂപമുണ്ട്. ക്രൂബൂൻ, ക്രൂബ്, ക്രൂബേൻ, ക്രൂബ്. ഒന്നിച്ച് കാണാം. ക്രൂബ്, ക്രൂബൂൻ, ക്രൂബ്, ക്രൂബേൻ. മൂന്നാമത്തെ മോഡൽ ദൃഢാക്ഷരക്രിയ എന്ന് പറയുന്നത് നൂൻ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ക്രിയയാണ് നിഫാഖ്. ഇമ്പരറ്റീവ് ഓഫ് ദ സ്ട്രോങ് വെർബ് വിച്ച് ബിഗിൻസ് ദ ലെറ്റർ നൂൻ, നിഫാഖ്. ഹി വെൻ്റ് ഔട്ട്, അവൻ പുറത്തുപോയി. പൂക്ക്, ഗോ ഔട്ട്, കടക്കൂ, പുറത്ത്, അല്ലെങ്കിൽ പുറത്തു പോകൂ. പൂക്കൂൻ, പൂക്ക്, പൂക്കൂൻ. അതിൻ്റെ ഫെമിനിൻ പൂക്ക്, പൂക്കേൻ. പൂക്ക്, പൂക്കേൻ. പിന്നെ ചുരുക്കരൂപങ്ങളുണ്ട്. പൂക്കൂൻ എന്നുള്ളതിൻ്റെ ചുരുക്കരൂപം പൂക്ക്, പൂക്കേൻ എന്നുള്ളതിൻ്റെ ചുരുക്കരൂപം പൂക്ക്. ഫെമിനിൻ പ്ലൂറലിന് മാത്രമാണ് വെർബുകളിൽ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന രണ്ട് കുത്തുകൾ ഇടുന്നത് എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. മാസ്കുലിൻ പ്ലൂറൽ വെർബുകൾക്ക് ബഹുവചന സൂചകമായ കുത്തുകൾ ഇടുന്ന പതിവ് ഇല്ല. ഒന്നിച്ച് കാണാം. പൂക്ക്, പൂക്കൂൻ, പൂക്ക്, പൂക്കേൻ. ഇനിയും ദുർബലാക്ഷര ക്രിയകളുടെ നിയോജക രൂപങ്ങൾ കാണാം. ആദ്യം ആദ്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ ഏക്കാലിൻ്റെ നിയോജക രൂപം. ഇമ്പരറ്റീവ് ഓഫ് ദ വീക്ക് വെർബ് വിച്ച് ബിഗിൻസ് ദ ലെറ്റർ ഓലാഫ്, ഏക്കാൽ. ഇതിൻ്റെ അർത്ഥം ഹി എയ്റ്റ്, അവൻ ഭക്ഷിച്ചു. ഇതിൻ്റെ ഇമ്പരറ്റീവ് ആക്കൂൽ, നീ ഭക്ഷിക്കൂ. ആക്കൂലൂൻ, നിങ്ങൾ ഭക്ഷിക്കൂ. ആക്കൂൽ, ആക്കൂലൂൻ. ഇതിൻ്റെ ഫെമിനിൻ ആക്കൂൽ, ആക്കൂലേൻ, നീ ഭക്ഷിക്കൂ, നിങ്ങൾ ഭക്ഷിക്കൂ. ആക്കൂൽ, ആക്കൂലേൻ. ഇതിന് ബഹുവചന രൂപങ്ങൾക്ക് ചുരുക്കരൂപങ്ങളുണ്ട്. ആക്കൂലൂൻ, ആക്കൂൽ, ആക്കൂലേൻ, ആക്കൂൽ. ഇത് ഒന്നിച്ച് കാണാം. ആക്കൂൽ,
ആക്കൂലൂൻ, ആക്കൂൽ, ആക്കൂലേൻ. ഇനിയും രണ്ടാമത്തെ ദുർബലാക്ഷരക്രിയ മധ്യാക്ഷരം ഓലഫ് വരുന്നത് ഷേൽ. ഇതിൻ്റെ അർത്ഥം ഹി ആസ്ക്ഡ്, അവൻ ചോദിച്ചു. ഇമ്പരറ്റീവ് ഓഫ് ദ വീക്ക് വെർബ് ഹൂസ് മിഡിൽ ലെറ്റർ ഈസ് ഓലാഫ്, ഷേൽ. ചോദിക്കൂ, നീ ചോദിക്കൂ. ഷാൽ, നിങ്ങൾ ചോദിക്കൂ. ഷാലൂൻ, ഷാൽ, ഷാലൂൻ. ഫെമിനിൻ ഷാൽ, നീ ചോദിക്കൂ, നിങ്ങൾ ചോദിക്കൂ. ഷാലേൻ, ഷാൽ, ഷാലേൻ. ബഹുവചന രൂപങ്ങളുടെ ചുരുക്കരൂപങ്ങൾ ഷാലൂൻ, ഷാൽ, ഷാലേൻ, ഷാൽ. ഒന്നിച്ച് കാണാം. ഷാൽ, ഷാലൂൻ, ഷാൽ, ഷാലേൻ. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ സംഗ്രഹിക്കാം. നിയോജകം ഇമ്പരറ്റീവ്, അതായത് ആജ്ഞ, അപേക്ഷ അല്ലെങ്കിൽ നിർദ്ദേശം, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഇമ്പരറ്റീവ് അഥവാ നിയോജകം. അത് 3 ദൃഢാക്ഷരക്രിയകളുടേത് കണ്ടു. ആദ്യം കണ്ടത് കിതാബ്, കുതൂബ്, കുതൂബൂൻ, കുതൂബ്, കുതൂബേൻ. രണ്ടാമത്തെ ദൃഢാക്ഷരക്രിയ മധ്യാക്ഷരം എ വരുന്നത് ക്രേബ്, ക്രൂബ്, ക്രൂബൂൻ, ക്രൂബ്, ക്രൂബേൻ. മൂന്നാമത്തെ ദൃഢാക്ഷരക്രിയ നൂനെന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നത് നിഫാഖ്, പൂക്ക്, പൂക്കൂൻ, പൂക്ക്, പൂക്കേൻ. നാലാമത് കണ്ടത് ദുർബലാക്ഷരക്രിയ ആദ്യാക്ഷരം ഓലഫ് വരുന്നത് ഏക്കാൽ, ആക്കൂൽ, ആക്കൂലൂൻ, ആക്കൂൽ, ആക്കൂലേൻ. രണ്ടാമത്തെ ദുർബലാക്ഷരക്രിയ മധ്യാക്ഷരം ഓലാഫ് വരുന്നത് ഷേൽ, ഷാൽ, ഷാലൂൻ, ഷാൽ, ഷാലേൻ. ബാക്കിയുള്ള ക്രിയകളുടെ നിയോജക രൂപം ഇൻഫിനിറ്റീവ് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും വളരെയധികം നന്ദി. തൗദീ സാഗി.